ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഈഗോർ സ്ട്രീം മാച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ ISL ക്ലബ്ബുകളിൽ സ്ട്രൈക്കേഴ്സിനെ കിട്ടാനില്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ, ഒരു പരാതി എന്ന നിലയ്ക്ക് പറയുകയാണ് പുള്ളി. കാരണം ഇടയ്ക്കിടെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളത് നമുക്കറിയാമല്ലോ. സോ ഈ ഒരു വിഷയം നമുക്കൊന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇപ്പോൾ സുനിൽ ഛേത്രിയുടെ ഒരു കാര്യം എടുത്തത്, സുനിൽ ഛേത്രിയെ തന്നെയാണ് പുള്ളിയുടെ 40കളിലും നമുക്ക് അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്താണ് നാഷണൽ ടീം പൊക്കോണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് നോക്കേണ്ടത്. ഇപ്പം ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, സുനിൽ ഛേത്രി വിരമിക്കൽ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തണം എന്നുള്ളത്. അന്ന് അതിൽ സംസാരിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും വിരമിക്കണം അങ്ങനെ പറയുന്നു. ഇപ്പോൾ അദ്ദേഹം തന്നെ വിരമിക്കാൻ പോകുന്നു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഒരു നാഷണൽ ടീമിലുള്ള സമയത്ത് തന്നെ നമുക്കൊരു സ്ട്രൈക്കറെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളൊരു ഫാക്ടർ അതിൽ ആണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം ടീമിലുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ആ ഒരു കൂടുതൽ സമയം കളിക്കുമെന്നുള്ളൊരു രീതിയാണുള്ളത്. പക്ഷേ ഛേത്രിയുടെ നിലവിലെ പെർഫോമൻസ് നമുക്കറിയാം ഭയങ്കര ഒരു ഡൗൺ ആണ്. കഴിഞ്ഞ 10 മത്സരത്തിൽ നാഷണൽ ടീമിൻ്റെയും ക്ലബിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഓപ്പൺ പ്ലേയിൽ നിന്ന് ഗോൾ സ്കോർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു സാഹചര്യമാണുള്ളത്. ഈ സീസണിൽ അദ്ദേഹം 5 ഗോളാണ് അടിച്ചിട്ടുള്ളത്, അതിൽ 2 മറ്റോ പെനാൽറ്റിയാണ്. സോ അങ്ങനെ ഒരു ഡൗൺഫാളിൽ അദ്ദേഹം നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. പ്രത്യേകിച്ച് ഒരു സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഭയങ്കര ഒരു ഡൗൺ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോ ഇനി നമുക്ക് പ്ലേയേഴ്സിനെ ആരെങ്കിലും നമുക്ക് പരിഗണിക്കാൻ ISL നിന്ന്, ലീഗിൽ നിന്ന് ഞാൻ പറഞ്ഞത് ഓൾറെഡി പ്ലേയേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം, അത് നമുക്കൊന്ന് പരിശോധിക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ വിക്രം പ്രതാപ് സിംഗ് എന്ന് പറഞ്ഞൊരു പ്ലെയർ, അദ്ദേഹത്തെ നമുക്ക് ക്വാളിഫയേഴ്സിലൊക്കെ ആദ്യത്തെ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. സോ അദ്ദേഹം പറഞ്ഞതുപോലെ നോക്കിയാൽ 7 ഗോള് 3 അസിസ്റ്റ് എന്നുള്ള ലെവലിൽ നിൽക്കുകയാണ്. 22 വയസ്സ് മാത്രം പ്രായമുള്ള പ്ലെയറാണ്. 10 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇതിനോടകം തന്നെ കൊടുത്തു കഴിഞ്ഞു. മുംബൈ ഒരു നല്ല പൊസിഷനിൽ തന്നെ ആണുള്ളത്, അവരുടെ ഒരു കീ പ്ലെയർ ആയിട്ട് മാറാനൊക്കെ സാധിച്ചിരുന്നു. സോ അദ്ദേഹത്തെ ഒബ്വിയസ്ലി പരിഗണിക്കാൻ നേരം കോച്ച് അത് എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥിരം സ്ട്രൈക്കർ എന്ന നിലയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹം വിങ്ങിലാണ് കളിക്കുന്നതെങ്കിൽ കൂടി അദ്ദേഹത്തിന് ആ ഒരു സ്ട്രൈക്കർ ഇൻസ്റ്റിൻ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക്ക് ഒന്ന് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്താൽ മതി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെയാണ് പാർദിപ് ഗൊഗോയ്. അദ്ദേഹത്തെ ആദ്യം അദ്ദേഹം നന്നായിട്ട് കളിച്ചു, പിന്നെ മോശമാണെന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഒരു ഏഷ്യ കപ്പിനൊക്കെ ശേഷം അദ്ദേഹം ബെറ്ററായി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ അദ്ദേഹം വിങ്ങിലാണ് കളിച്ചെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അദ്ദേഹം സെൻറ്റർ ഫോർവേഡ് ആയിട്ടാണ് കളിക്കുന്നത്. ഈ സീസൺ നോക്കിക്കഴിഞ്ഞാൽ 5 ഗോളും 4 അസിസ്റ്റുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തുള്ളത്. ഒന്ന് നോക്കുക, 21 വയസ്സ് മാത്രം പ്രായമുള്ളൊരു താരമാണ് ഇത്രയും വലിയൊരു ഗോൾ കോൺട്രിബ്യൂഷൻ, 9 ഗോൾ കോൺട്രിബ്യൂഷൻ. നോർത്ത് ഈസ്റ്റ് പോലെ പ്ലേ ഓഫ് കടക്കാത്തൊരു ടീം കൂടിയാണെന്ന് ആലോചിക്കണം, അവർക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നൊരു ടോപ്പിൽ നിൽക്കും നോർത്ത് ഈസ്റ്റിൻ്റെ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ടോപ്പിൽ തന്നെ നിൽക്കും. അപ്പം ഇദ്ദേഹം പറഞ്ഞല്ലോ സെൻട്രൽ ഫോർവേഡായിട്ടും കൂടി കളിക്കുന്നവരാണ്. അപ്പോൾ ഈ താരങ്ങളെയൊക്കെ പരീക്ഷിച്ച് തുടങ്ങേണ്ട സമയം എടുത്തു കഴിഞ്ഞു. ഇപ്പം നാഷണൽ ടീമിൽ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളത് പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഛേത്രി ആണെങ്കിലും കളിച്ചാണ് എക്സ്പീരിയൻസ് വന്നത്. അപ്പം ഇനി നമുക്ക് ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതിലൂടെ ആ ഒരു എക്സ്പീരിയൻസ് അറ്റൻഡ് ചെയ്യും, പിന്നീട് നമുക്കത് മാറും എന്നുള്ളതാണ്. ഛേത്രി ഇനി ഒരു 90 മിനിറ്റ്സ് ഫിഗർ എന്നുള്ള നിലയിൽ പരിഗണിച്ച് കഴിഞ്ഞാൽ അത് ബാക്ക് ഫയർ ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഈ ഒരു കഴിഞ്ഞ മത്സരത്തിൽ കൂടി പറഞ്ഞ പോലെ പാർദിപ് ഗൊഗോയ് ഗോൾ അടിച്ചിട്ടുണ്ട്. സോ ആ ഒരു ഫാക്ടർ കൂടി നമുക്ക്, നിങ്ങൾ കണ്ട ഒരു സ്ട്രൈക്കർ ഗോൾ തന്നെയാണ്. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ ഉറപ്പായും കമ്പോസ് ചെയ്യാൻ